ക്രിപ്റ്റോ കറൻസി ഒക്കെ ലീഗലാണോ? ബിറ്റ്കോയിൻ എന്നൊക്കെ പറയുന്നത് ഒരു ഉഡായിപ്പ് പരിപാടിയല്ലേ? ഇതൊക്കെ ഉടനെ തന്നെ ഇന്ത്യയിൽ ബാൻ ചെയ്യും. ഈ രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങൾ ഞാൻ പേഴ്സണലി നേരിട്ട് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇവർക്കെല്ലാമുള്ള ഒരു മറുപടി ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ലീഗലാക്കിയിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ഇന്ത്യയിൽ ലീഗലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ കറൻസി കൂടെ അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന് കീഴിലുള്ള ഒരു ഡിജിറ്റൽ റുപ്പി അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ ബാൻ ചെയ്യുമെന്ന് ഒരുപാട് പേര് പേടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തന്നെ ഒരു ആശ്വാസം തരുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത്. എന്നാൽ ആശ്വാസത്തിനൊപ്പം തന്നെ ഒരു 30% ടാക്സ് കൂടെ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 30% ടാക്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ശതമാനം തന്നെയാണ്. ഒരു വശത്ത് സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് ചെറിയ രീതിയിലുള്ള ഒരു വിഷമം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് ഈ ഒരു വീഡിയോയിൽ അതിനെല്ലാമുള്ള ഉത്തരം എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ക്രിപ്റ്റോ ടാക്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ക്രിപ്റ്റോ ടാക്സ് തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. ഒരു ഡിജിറ്റൽ കറൻസിയുടെ കാര്യം, ഒരു ഡിജിറ്റൽ റുപ്പിയുടെ കാര്യം കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയുണ്ടായി. പലരും ഇതൊരു ക്രിപ്റ്റോ കറൻസി ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല ആളുകളും ഇരിക്കുന്നത്. ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല, ഇതൊരു ഡിജിറ്റൽ കറൻസി മാത്രമാണ്. കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള RBIയുടെ കൺട്രോളിൽ വരുന്ന ഒരു ഡിജിറ്റൽ കറൻസി മാത്രമാണ് ഈ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത്. അത് നമ്മുടെ INRൻ്റെ വാല്യൂവിനെ തന്നെയായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി ആയിരിക്കും ഈ ഒരു ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്രിപ്റ്റോ കറൻസി അല്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കാം. ഇനി ക്രിപ്റ്റോ ടാക്സിനെ പറ്റി പറയാം. പല ആളുകളും ക്രിപ്റ്റോ ബില്ല് അവതരിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കണ്ടു. പല വീഡിയോകളിലും അത്തരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ ക്രിപ്റ്റോ ബില്ല് ഇതുവരെയായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. സ്കീം ഫോർ ടാക്സേഷൻ ഓഫ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനകത്താണ് ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിക്കേണ്ടായത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ബേസിക് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്രിപ്റ്റോ ടാക്സിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്തിനാണ് ഇൻകം ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ വളരെ വലിയൊരു ശതമാനം വരുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ്, നികുതി ഇനത്തിൽ നിന്നാണ്. 132 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 6.25% ആളുകളും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണ്. ഏകദേശം 5.95 കോടി രൂപയാണ് ഇൻകം ടാക്സ് മാത്രമായിട്ട് ഇന്ത്യയുടെ വരുമാനം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ശതമാനം നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യം പുരോഗമിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരുപാട് വികസനങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. എല്ലാ ആളുകളും ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? എത്ര ചെറിയ വരുമാനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല. കൃത്യമായിട്ട് ഓരോ സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സ്ലാബിനകത്ത് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ലാബിൽ പറഞ്ഞിട്ടുള്ള അത്രയും വാർഷിക വരുമാനം ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എത്രയൊക്കെ വരുമാനമുള്ള ആളുകളാണ് അത് പേ ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിന് മുൻപേ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകത്തിനാണ് നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്താണ് നെറ്റ് ടാക്സബിൾ ഇൻകം? അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം മൈനസ് ഡിഡക്ഷൻസ് ആണ്.
നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനമുണ്ടോ അതെല്ലാം ആഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഡക്ഷൻസ് കിട്ടും. ഒരു 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും റെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻ കിട്ടും. മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷനൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഡിഡക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടോട്ടൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നിങ്ങളുടെ ഈ ഡിഡക്ഷൻസ് എല്ലാം മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം. ആ ഒരു ഇൻകത്തിനാണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സ്ലാബുകളിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബുകൾ എന്ന് പറയുന്നത്. അതിൽ ഒരു 2.5 ലക്ഷം രൂപ വരെ ഒരു വാർഷിക വരുമാനമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ അവിടെ ഒരു 5% നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ 5 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10%, 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ 15%, അങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 11 ലക്ഷം രൂപ ടോട്ടൽ ഗ്രോസ് ഇൻകം ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങളിൽ നിന്നായിട്ട് പല സ്രോതസ്സുകളിൽ നിന്നായിട്ട് നിങ്ങൾക്കൊരു 11 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നുണ്ട്. അതിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളുടെ റെൻ്റലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. സോ നിങ്ങൾ ഈ ഒരു 10 ലക്ഷത്തിന് ഏത് രീതിയിലാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ 10 ലക്ഷത്തിൽ 2.5 ലക്ഷം രൂപ ആദ്യത്തെ സ്ലാബിലായിരിക്കും പോവുക. അതിന് നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെയുള്ള 2.5 ലക്ഷം രൂപ, അതായത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളതിൽ ആ 2.5 ലക്ഷത്തിന് നിങ്ങളൊരു 5% ടാക്സ് അടയ്ക്കണം. അപ്പോൾ 2.5 ലക്ഷം രൂപ ആദ്യത്തെ സ്ലാബിലും പോയി, 2.5 ലക്ഷം രൂപ രണ്ടാമത്തെ സ്ലാബിലും പോയി. ആ രണ്ടാമത്തെ സ്ലാബിൽ നിങ്ങൾക്കൊരു 5% ടാക്സ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ മൂന്നാമത്തെ സ്ലാബിലാണ് വരിക. അതിന് നിങ്ങളൊരു 10% ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 2.5 ലക്ഷം × 5% 12,500 രൂപ, 5 ലക്ഷം × 10% 50,000 രൂപ. ടോട്ടൽ 62,500 രൂപയാണ് ടാക്സ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഈ ഒരു ടാക്സ് സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും എബവ് 15 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളാണ് 30% ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് സ്ലാബിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള ആളുകളാണ്, ഏറ്റവും ഹയസ്റ്റ് സ്ലാബിലുള്ള ആളുകളാണ്, അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകളാണ് 30% ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ 30% ക്രിപ്റ്റോ ട്രേഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്രിപ്റ്റോ ടാക്സിനെ പറ്റി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്കീം ഫോർ ടാക്സേഷൻ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലാണ് ഈ ക്രിപ്റ്റോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനി ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് എനി വിർച്വൽ ഡിജിറ്റൽ അസറ്റ് ടു ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. അതായത് ക്രിപ്റ്റോയിൽ നിന്ന് കിട്ടുന്ന ഏതൊരു വരുമാനത്തിനും 30% ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ഓർ അലവൻസ് ടു ബി അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് സച്ച് ഇൻകം എക്സെപ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതിൽ നിന്ന് നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഡിഡക്ഷൻസും കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ നെറ്റ് ടാക്സബിൾ ഇൻകത്തിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അതുപോലെ തന്നെ മറ്റുള്ള ഡിഡക്ഷൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ക്രിപ്റ്റോയിൽ നിന്നുള്ള വരുമാനത്തിന് അത്തരത്തിലുള്ള ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഒരു കാര്യത്തിലൊഴികെ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എക്സ്ചേഞ്ച് ഫീ ആയാലും ട്രേഡിംഗ് ഫീ ആയാലും നെറ്റ്വർക്ക് ഫീ ആയാലും അങ്ങനെ ഒരുപാട് ഫീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോസ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് എനി അതർ ഇൻകം. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം വരുന്നത് ബിസിനസ് ഇൻകം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും വരിക. പിന്നെ റെന്റൽ ഇൻകവും അതർ ഇൻകവും അതുപോലെ തന്നെ സാലറി ഇൻകം, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഇൻകം വരുന്നത് ബിസിനസ് ഇൻകത്തിലായിരിക്കും. അപ്പോൾ ഈ ബിസിനസ് ഇൻകത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗിൽ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു വിചാരിക്കാം. ആ ഒരു 10 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്കൊരു 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് തള്ളി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വർഷം നമുക്കൊരു 20 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലായാലും ട്രേഡിങ്ങിലായാലും ഒരു 20 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് അടുത്ത വർഷം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 10 ലക്ഷം ഡിഡക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 10 ലക്ഷത്തിൻ്റെ ടാക്സ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയാവും. ആ ഒരു കാര്യമാണ് ഇൻകം ടാക്സിൽ അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിൽ നമുക്ക് വരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. ആ ഒരു ഗുണം നമുക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ പ്രോഫിറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്.
അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ ഈ ഒരു വർഷം ഒരു 10 ലക്ഷം രൂപ നഷ്ടം വന്നു, അടുത്ത വർഷം ഒരു 20 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ 20 ലക്ഷത്തിൻ്റെ ടാക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലോസ് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് മാത്രം ടാക്സ് അടച്ചാൽ മതിയാവും. അപ്പോൾ അത് വളരെ വലിയൊരു ദോഷം തന്നെയാണെന്ന് പറയാം. പിന്നെയുള്ളത് നിങ്ങൾക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 തരം ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബിസിനസ്സിൽ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭമാണ്, മറ്റേ ബിസിനസ്സിൽ 10 ലക്ഷം രൂപ നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാം നിങ്ങൾക്ക് ഇതിൽ ലാഭമാണ്, അപ്പുറത്ത് ഇത്ര രൂപ നഷ്ടമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് വെട്ടിക്കുറക്കലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റും. എന്നാൽ ക്രിപ്റ്റോയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ മറ്റ് ബിസിനസ്സുകളുമായിട്ട് ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൻ്റെ ലോസിനെ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ബിസിനസ് ലാഭമാണ്, ക്രിപ്റ്റോ കറൻസി ബിസിനസ് നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഒരു ടാക്സ് ഡിഡക്ഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു ക്യാപ്ചർ ദ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് TDS to be provided on payment made in relation to transfer of virtual digital asset at the rate of 1% of such consideration above a monetary threshold. പല ആളുകൾക്കും സംശയമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണോ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ടാക്സ് പേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്കത് അറിയാനായിട്ട് സാധിക്കുക. നമ്മളിപ്പോൾ ഒരു P2P പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണത് ക്രിപ്റ്റോയിൽ നിന്നുള്ള ഇൻകം ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു TDSൻ്റെ ആവശ്യകത വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു TDS എന്ന് പറയുന്നത് വെച്ചിട്ടുള്ളത് തന്നെ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു കോയിൻ വാങ്ങി, അതൊരു 200 രൂപയായപ്പോൾ നിങ്ങൾ സെൽ ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ആ 100 രൂപയുടെ 1% എക്സ്ചേഞ്ചുകാർ തന്നെ, ഇപ്പോൾ ബാസിക്സിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 1% TDS ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുള്ള KYC കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ടാക്സ് ആയിട്ട് എക്സ്ചേഞ്ചുകാർ തന്നെ പേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉഡായിപ്പ് പരിപാടികളൊന്നും നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം വരുന്നത് ഗിഫ്റ്റ് ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഓൾസോ ടു ബി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ദി റെസിപ്പിയൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഗിഫ്റ്റൊക്കെ ആയിട്ട് ക്രിപ്റ്റോ കറൻസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയർ ഡ്രോപ്പോ അതുപോലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ഫൈനാൻസ് മിനിസ്റ്റർ ആ ഒരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കറൻ്റ്ലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 2023 ഏപ്രിൽ 1-ാം തീയതി മുതൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുവരെ നമുക്ക് ടാക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു 30% ടാക്സ് എന്ന് പറയുന്നതിൽ നിന്നും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല ഫൈനാൻഷ്യൽ എക്സ്പേർട്ടുകളും അത്തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്രിപ്റ്റോ ബില്ല് വരുന്നതോട് കൂടിയിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങളും ഈ ഒരു ടാക്സ് പെർസെൻറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. പേ ചെയ്യണമെന്നല്ല, ഫയൽ ചെയ്തിരിക്കണം. കൃത്യമായിട്ടുള്ള ആ സ്ലാബുകളിൽ വരുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് ഓഫ് ടാക്സ് നിങ്ങൾ തീർച്ചയായിട്ടും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ക്രിപ്റ്റോ ടാക്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഫൈൻഡ് മീ ഹിയർ എന്ന് പറയുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കാണാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.